ഹായ്. രാത്രി 8 മണിക്ക് ഈ രാത്രി ഇങ്ങനത്തെ തിരക്ക് ആർക്കെങ്കിലും ഉണ്ടോ? എനിക്കല്ലാണ്ട് നീ കണ്ടില്ലേ? ഞാൻ കാണിച്ചു തരല്ലേ. നമ്മൾ വാങ്ങിച്ച കാളൻ, ഇത് വാങ്ങിച്ച പുളിയിഞ്ചി എങ്ങനെയുണ്ടെന്ന് അറിയാം. ഞങ്ങളുടെ ഇവിടത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു പൂർണ്ണശ്രീ കാറ്ററിങ് ഒക്കെ ഉണ്ടായിട്ട് ഇന്ന് എന്നോട് പറഞ്ഞു കറി തികയില്ല, വയ്ക്കണം. അപ്പം ചോദിക്കാം ഇനി എന്താ വേണ്ടേ? മെഴുക്കുവരട്ടിയുടെ കറിയുണ്ടോ? കടലയ്ക്ക. അപ്പം കറി കറി വിളമ്പാൻ സ്ഥലമില്ല. ചോറിലേക്ക് വിളമ്പട്ടെ. ഇത് മെഴുക്കുവരട്ടി അല്ല വിളമ്പടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സദ്യയല്ല, നമ്മൾ ഓർഡറിന് വിളമ്പാനായിട്ട്. ഡ്രൈവൂട്ടി ഇത് കൊഴുവ മീൻകറി. ഇത് ഇപ്പോൾ സ്പെഷ്യൽ ഉണ്ടാക്കിയതാണ്. രാത്രിക്ക് കറി തികയില്ല അത്ര. ആയിക്കോട്ടെ, ഇനിയൊക്കെ വിളമ്പെടുത്തോളൂ. അല്ല ഇത്രയേ സാമ്പാർ എനിക്ക് എന്നെ കൊണ്ട് മീൻ കൂട്ടാൻ പറ്റൂ. പിന്നെ അടിപൊളി സാമ്പാർ. ഇവിടെ ഒന്നും കിട്ടിയില്ല. നമ്മളെ തന്നെ വിളമ്പൂ. ഞാൻ ഒരാൾക്ക് വിളമ്പി, ഞാൻ വിളമ്പി തരാം കേട്ടോ. ഇങ്ങനെയാണ് സ്വന്തമായിട്ട് വിളമ്പണം. കാളനിൽ കായ ഇടുന്നവരുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ശരിക്കും കാളനി കായ ഇടില്ല. എന്തോ ഒരു സാധനമുണ്ട്. എന്നിട്ട് ആ മീൻകറി വെക്കണമെങ്കിലോ ഇതങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമല്ലേ ഉള്ളൂ. എത്ര കൂട്ടുണ്ടെന്ന് നോക്കി. എങ്ങനെയുണ്ട് കറി? എങ്ങനെയുണ്ട് കാളനൊക്കെ? നല്ലതല്ലേ? ഞാൻ എന്താ പറഞ്ഞ ഇവിടെ പൂർണ്ണശ്രീ കാറ്ററിങ് അടിപൊളി സംഭവം. പക്ഷെ ഓണത്തിൻ്റെ അന്നൊക്കെ നമ്മൾ വാങ്ങിക്കാൻ ചെല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. അല്ലെങ്കിൽ വാങ്ങിക്കാതിരുന്നോട് അങ്ങനെയും പറയണുണ്ട്. പലരും ഓർഡർ ചെയ്തവർ പറയുന്നുണ്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല അത്രേ. നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല പാക്കിങ്ങിലെന്ന് പറയണു. അവരുടെ തിരക്ക് കൊണ്ടും തീർന്നുകൊണ്ട്. അല്ല, കഴിഞ്ഞ കൊല്ലം ബാലകൃഷ്ണനൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ട് വിഷ്ണു ഉണ്ടായിരുന്നല്ലോ അവിടെ. അവൻ പറഞ്ഞു പല കൂട്ടാനുകളും ഉണ്ടായില്ല, തികഞ്ഞില്ല. എന്നിട്ട് പ്രിയ രണ്ടാമത് അവിയിലൊക്കെ വെച്ചിട്ട് ആ പിള്ളേർക്ക് ചോറ് കൊടുത്തതെന്നൊക്കെ ഓർഡർ ചെയ്ത് സാധനം വാങ്ങിച്ചിട്ട്. അപ്പോൾ അതിലും ഭേദം നമ്മളിതിൽ കഷ്ടപ്പെട്ടാലും വയ്ക്കുമല്ലേ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ തലേന്നൊക്കെ കിട്ടണ ഈ കാളൻ പുളിയിഞ്ചി അച്ചാറൊക്കെ വാങ്ങിച്ച് വയ്ക്കാം. അതൊക്കെ പിന്നെ പ്രശ്നമില്ലല്ലോ. ബാക്കിയൊക്കെ വീട്ടിലുണ്ടാക്കുക നല്ലത്. അപ്പോൾ എന്തായാലും ഇത് കാളൻ കൊള്ളാമല്ലേ സംഭവം. നമുക്ക് 2 ദിവസം മുമ്പ് കിട്ടുകയാണെങ്കിൽ നമുക്ക് വാങ്ങിച്ച് വയ്ക്കാം. ഇതൊന്നും പോരാത്ത ഉണ്ടെങ്കിൽ ഇതാ
എരിവ് അറിയില്ല. പകുതി അന്വേഷിച്ചാല് മുഴുവൻ വേണ്ടെങ്കിൽ അല്ല അതാ എന്നാ ഇത് കരിഞ്ഞതുണ്ട്, ഇത് കുറച്ചും കൂടെ കരിഞ്ഞതുണ്ട്. ഇത്ര എരി ആയതുകൊണ്ട് കൂട്ടില്ല. അല്ല, കുറച്ചും കൂടെ കരിഞ്ഞതുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടില്ല, അധികമായിട്ടെന്നേ ഉള്ളൂ. എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഒരു ടിപ്പ് കൂടി കാണിച്ചിട്ട് നമ്മുടെ വീഡിയോ നിർത്താം. ഇത് അടിപൊളി ടിപ്പാണ് കേട്ടോ. നമ്മൾ മല്ലിയില വാങ്ങിച്ച് വയ്ക്കുമ്പോൾ എപ്പോഴും നമുക്ക് ചീഞ്ഞു പോകാറുണ്ട് പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇനി മുതൽ മല്ലിയില വാങ്ങിച്ച് കഴിഞ്ഞാൽ ഇതേമാതിരി ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ഇതേപോലെ നിറച്ച് അതിൽ ഹോൾ ഇട്ടിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചാൽ മതി, മല്ലിയില കേടാവില്ല.